സിനിമാ തിരക്കുകൾക്കിടയിൽ വ്യക്തിജീവിതത്തിൽ സന്തോഷങ്ങൾക്ക് മഞ്ജു വാര്യർ പ്രാധാന്യം നൽകാറുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന മഞ്ജുവിന് ഇന്നും ഡ്രൈവിംഗിനൊപ്പം ബൈക്ക് റൈഡിംഗും ഇഷ്ടമാണ്. ലക്ഷറി കാറുകളുടെ ചെറിയൊരു ശേഖരം തന്നെ ഇന്നും മഞ്ജുവിനുമുണ്ട്. വെറുമൊരു വാഹനക്കൊമ്പ് മാത്രമല്ല മഞ്ജുവിന് ഈ ശേഖരത്തിന് പിന്നിലെന്ന് ആരാധകർ പറയുന്നുണ്ട്. പിന്നിട്ട വഴികൾ ഓർക്കുമ്പോൾ മഞ്ജുവിന് മധുരപ്രതികാരം പോലെയാണ് വാങ്ങിക്കൂട്ടുന്ന കാറുകളും. മഞ്ജുവിന്റെ ജീവിതത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ ചർച്ചയ്ക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി തുറന്നു സംസാരിച്ചിട്ടുണ്ട്. മഞ്ജുവിനെതിരെ ദിലീപിന്റെ സംഘം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്ന വാർത്ത അന്നത്തെ ഒരു ടിവിയിൽ വന്നു. ഈ ഘട്ടത്തിൽ മഞ്ജുവിനെ അനുകൂലിച്ച് സംസാരിക്കുകയായിരുന്ന ഭാഗ്യലക്ഷ്മി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. എന്ത് ആരോപണം വന്നാലും മഞ്ജു പ്രതികരിക്കാത്തതിന് കാരണം വ്യക്തമാക്കുകയായിരുന്നു അന്ന് ഭാഗ്യലക്ഷ്മി. സെറ്റിൽ ചെന്നപ്പോൾ മഞ്ജു വാര്യർ എഴുന്നേറ്റില്ല എന്ന് ഒരിക്കൽ ഒരു നടി എന്നോട് പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഒരു സംസാരം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംസാരം ഉണ്ടോ എന്ന് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞപ്പോൾ, "അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല. ആരാണ് പറഞ്ഞത് ചേച്ചി? ഞാൻ അവരോട് സോറി പറയാം" എന്നായിരുന്നു മറുപടി. അവരുടെ പ്രകൃതം അങ്ങനെയാണ്. അവർ ആരെയുംകുറിച്ചും പരദൂഷണം പറഞ്ഞ് ഇന്ന് വരെ കേട്ടിട്ടില്ല. ഞാൻ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുകയല്ല. വളരെ ലേറ്റായിട്ടാണ് ഞാൻ മഞ്ജു വാര്യരെ പരിചയപ്പെടുന്നത്. പക്ഷേ അവരുടെ സ്വഭാവം മാതൃകയാണെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നു. അവരുടെ പ്രകൃതം അങ്ങനെയാണ്. ഞാൻ ആ വീട്ടിൽ ജീവിക്കുമ്പോൾ ഞാൻ അധികം സംസാരിക്കില്ലായിരുന്നു ചേച്ചി എന്ന് മഞ്ജു പറയുന്നു. 10 വാക്ക് മഞ്ജുവിനോട് സംസാരിച്ചിട്ടില്ല. അത് എന്നതിൽ ഒതുങ്ങുന്ന ആളാണ്. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പല പുരുഷന്മാരും ചേർത്ത് വളരെ മോശമായി ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒരിടത്ത് പോലും എന്തായിരുന്നു കലഹാനുണ്ടായതിന് കാരണമെന്ന് ഫ്ലബിക്കായിട്ട് ഒരിടത്തും മഞ്ജു പറഞ്ഞിട്ടില്ല. സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾ അവർ നമ്മളോട് പറയുന്നതുമല്ലാതെ അവർ ആരോടും അത് സംസാരിക്കില്ലെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. ദിലീപുമായി വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ മഞ്ജു നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അന്ന് ഭാഗ്യലക്ഷ്മി സംസാരിച്ചു. മഞ്ജുവിനെയും ദിലീപിനെയും ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു. ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഒപ്പം വീട്ടിലുള്ള വണ്ടികളൊന്നും എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇറങ്ങുന്നതിന് മുമ്പത്തെ ദിവസം എന്നെ വിളിച്ച് "ഞാൻ നാളെ ഇവിടെ നിന്ന് ഇറങ്ങുന്നു ചേച്ചി, പോകാൻ കാറില്ല" എന്ന് വരെ അന്ന് പറഞ്ഞിരുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു അന്ന് മഞ്ജുവിന്. അതുകൊണ്ട് താനുൾപ്പെടെയുള്ളവർ അന്ന് മഞ്ജുവിനൊപ്പം ആശ്വാസമായി നിന്നെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. മാസങ്ങളോളം വളരെ സങ്കടമായ അവസ്ഥയിലായിരുന്നു മഞ്ജു അവിടെ ജീവിച്ചതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഭാഗ്യലക്ഷ്മി. മഞ്ജു തന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്നയാൾ. ദിലീപുമായി അകന്ന ശേഷം ഹവൽദാർ എന്ന സിനിമയിലൂടെ വർഷങ്ങൾ നീണ്ട ഇടവേള അവസാനിപ്പിച്ചു മഞ്ജു വാര്യർ തിരിച്ചെത്തുകയും പിന്നീട് മലയാള സിനിമാ രംഗത്ത് തിരക്കേറിയ താരമായി. ഇന്നും തമിഴകത്തും നടി സജീവമാണ്.